ഓയിൽ പാം കേന്ദ്രീകരിച്ച് വീണ്ടും മൃഗവേട്ട. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഏരൂർ എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് വളർത്തുമൃഗവേട്ട ഉണ്ടായിരിക്കുന്നത്. ക്ഷീരകർഷകനായ വിളക്കുപാറ തുണ്ടിൽ വീട്ടിൽ കെ രാജന്റെ ഉടമസ്ഥതയിലുള്ള പശുവിനെയാണ് പുതുവത്സര തലേന്ന് ഓയിൽ പാം തോട്ടത്തിൽ വെച്ച് സാമൂഹ്യ വിരുദ്ധർ കൊന്ന് ഇറച്ചിയാക്കി കടത്തിയത്. ഞായറാഴ്ച രാവിലെ സാധാരണയായി മേയാൻ അഴിച്ചുവിട്ട പശു വൈകിട്ട് തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞിട്ടും എത്താതായതോടെ വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് അടുത്ത ദിവസം വീണ്ടും നടത്തിയ പരിശോധനയിൽ ഓയിൽ പാം ഫാക്ടറിക്ക് സമീപത്തു നിന്നും പശുവിന്റെ തലയും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തുകയായിരുന്നു. പശുവിനെ കൊന്ന് ഇറച്ചിയാക്കി കടത്തിയതായിട്ടാണ് സംശയം. ഇതോടെ രാജൻ ഏരൂർ പോലീസിൽ പരാതി നൽകി. 10-15 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്. നല്ല പശു. അതിൻ്റെ കുട്ടി വീട്ടിലുണ്ട്. അപ്പോൾ ഈ പ്രസവിച്ച പശു ആയതുകൊണ്ട് മലയിൽ അങ്ങനെ തങ്ങത്തില്ല. ഇനി വരും. ഏത് സമയമായാലും വീട്ടിൽ രാത്രി 10-12 മണിയാകുമ്പോൾ വീട്ടിലെത്തും. അങ്ങനെ ഇന്ന് ഞങ്ങൾ ആ എണ്ണപ്പന മൊത്തവും ഇറങ്ങി എല്ലായിടും അന്വേഷിച്ചു. ലാസ്റ്റ് വേറൊരാളിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഓയിൽ ഫാമിൻ്റെ ഫാക്ടറിയുടെ താഴെ ഒരു പട്ടി ഒരു പശുവിൻ്റെ കാലുമായി പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി അവിടെ എല്ലാം അന്വേഷിച്ചപ്പോൾ പശുവിൻ്റെ പണ്ടവും തലയും വാലും പിന്നെ അവിടെ പ്ലാസ്റ്റിക് ജാക്കും എല്ലാ സാധനവും അവിടെ കിടപ്പുണ്ട്. അവിടെ പോയാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ പശു വളർത്തൽ. പക്ഷേ വിളക്കുപാറ പന്നിയെ വെടിവെച്ചും കന്നാലിയെ വെടിവെച്ചും ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതിനെപ്പറ്റി ഒരു സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തിയ ആരോട് ചോദിച്ചാലും പറയും ഇന്നാരൊക്കെ ആയിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന്. ആളുകൾക്കൊക്കെ അറിയാം. ഇതിനു മുമ്പ് പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഓയിൽ പാം എസ്റ്റേറ്റിനുള്ളിൽ മേയാൻ വിടുന്ന കന്നുകാലികളെ അടക്കം മോഷ്ടിച്ച് കടത്തുകയും കൊന്ന് ഇറച്ചിയാക്കി കടത്തുകയും ചെയ്യുന്ന പ്രവൃത്തികൾ സജീവമായിരുന്നു. ഇടയ്ക്ക് കേസിൽ ചിലർ പിടിയിലായതോടെ കുറച്ചു നാളായി സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടന്നിരുന്നില്ല. ഇപ്പോൾ വീണ്ടും മൃഗവേട്ട ആരംഭിച്ചതോടെ ക്ഷീരകർഷകർ വീണ്ടും ഭീതിയിലും പ്രതിസന്ധിയിലുമായിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മളുടെ ഒരു പശു പിന്നെ ഇതുപോലെ തന്നെ പിക്കപ്പ് വണ്ടിയോ കൊണ്ട് ഇടിച്ച് തള്ളിയിടുകയും അതിൻ്റെ ഏണുഭാഗം വയ്യാതെ വയ്യുകയും നടക്കാൻ വയ്യാതായി. പിന്നെ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ച് നമ്മളിപ്പോൾ അതിനെ വയ്യാതെ കെട്ടിയിട്ടിരിക്കുക. ഈ സംഭവത്തിന് 2 ദിവസം മുമ്പാണ്. ഇതിനു മുമ്പും പല പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ആ കുന്നിൻ്റെ സൈഡിൽ നിന്ന് ഒരു പശുവിൻ്റെ തലയും പിന്നെ ഇതേപോലെ തന്നെ പശുവിൻ്റെ തലയും ബാക്കി വണ്ടങ്ങൾ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കമ്പത്തടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ തന്നെ ഒരു പശുവിൻ്റെ അത് ആ കോട്ടേഴ്സിലെ ഒരാളുടെ ഇവിടുത്തെ തന്നെ ഇവിടുത്തെ ഒരു ജീവനക്കാരിയുടെ പശുവാണ്. അതിനെ ഇതുപോലെ തന്നെ തല ഇട്ട് ഉണ്ടങ്ങളായിട്ട് ഈ ഒരു നല്ല ഒരു 6 മാസം 7 മാസം എടുക്കാം, 1 വർഷത്തിനിടക്കായത്. ഇതുപോലെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ആണ് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കാറ്. ഇവരെല്ലാം പിടിച്ചിട്ടുണ്ടോ? ഇതുവരെ ആരെയും പിടിച്ചിട്ടില്ല. എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ആണല്ലോ. പരാതി കൊടുക്കും, പോലീസുകാർ വന്ന് നോക്കിയിട്ട് പോകും. വേറെ ഒന്നുമില്ല. നാട്ടുവാർത്ത, അഞ്ചൽ.